ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة كل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني آدم خذوا زينتكم عند كل مسجد وكلوا واشربوا ولا تسرفوا إنه لا يحب المسرفين. ബഹുമാന്യരായ കാരണവന്മാരെ, ജ്യേഷ്ഠാന്യന്മാരെ, പ്രിയമുള്ള സഹോദരിമാരെ, സർവശക്തനായ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന്, അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ച് മരണപ്പെടുവാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദയാലുവായ പടച്ച തമ്പുരാന്റെ നിരവധി അനുഗ്രഹങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ഓരോ സെക്കൻഡിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന നമ്മുടെ സമ്പത്ത്, അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന നമ്മുടെ വീട്, നമ്മുടെ വാഹനങ്ങൾ, എന്തിനേറെ യാതൊരു വിലയും കൊടുക്കാതെ നമ്മുടെ ഊണിലും ഉറക്കിലും ഒക്കെ നമ്മൾ ശ്വസിച്ചു കൊണ്ടിരിക്കുന്ന വായു അടക്കം നിരവധിയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് നഹലിലെ 18-ാമത്തെ വചനത്തിൽ തന്നെ പറഞ്ഞത്, വൈൻ തഅദ്ദു നിഅമത്തുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണുകയാണ് എങ്കിൽ, എണ്ണി തിട്ടപ്പെടുത്തുകയാണെങ്കിൽ, ലാ തുഹ്സുഹ, നിങ്ങൾക്കത് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, തീർച്ചയായും അല്ലാഹു വിട്ടുവീഴ്ച ചെയ്യുന്നവനും പൊറുക്കുന്നവനും പരമദയാലുവാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നമുക്കറിയാം, അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ അതൊരു എണ്ണി ഒരു പേപ്പറിൽ എഴുതി രേഖപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയില്ല. അതിന് മാത്രം അനുഗ്രഹങ്ങളാണ് ഓരോ നിമിഷവും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ മാത്രമേ പലപ്പോഴും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുള്ളൂ. ഇപ്പൊ നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു, നമ്മളൊരു ആശുപത്രിയിൽ കിടന്ന് ഡോക്ടർ പറഞ്ഞു സ്വയം ശ്വസിക്കാൻ ഈ രോഗിക്ക് സാധിക്കുകയില്ല. ഇത് പറയുമ്പോൾ പിന്നെ മറ്റൊരു മാർഗമുള്ളത് അയാൾക്ക് ഓക്സിജൻ നൽകലാണ്. ചിലപ്പോൾ അത് വെന്റിലേറ്ററിലേക്ക് മാറ്റും. വെന്റിലേറ്ററിലേക്ക് മാറ്റി 24 മണിക്കൂറും ആ വെന്റിലേറ്ററിന്റെ ഓക്സിജന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ 24 മണിക്കൂറിന് 10,000-കണക്കിന് രൂപ നമ്മുടെ ആശുപത്രികൾ നമ്മളിൽ നിന്ന് വാങ്ങും, പ്രൈവറ്റ് ആണെങ്കിൽ. ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മാത്രം. നമ്മൾ നയാ പൈസ നമ്മുടെ ഈ ആയുസ്സിനിടയിൽ
നമ്മൾ ശ്വസിക്കുന്ന വായുവിന് വേണ്ടി നമ്മൾ നൽകിയിട്ടില്ല. പക്ഷെ അത് നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് എന്ന് നമ്മൾ കാണുമ്പോഴും കേൾക്കുമ്പോഴുമാണ് അതിൻ്റെ ഒരു വില നമുക്ക് അറിയുള്ളൂ. സാധാരണ രീതിയിൽ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. ഇങ്ങനെ എത്രയെത്ര അനുഗ്രഹങ്ങളാണ് ദയാലുവായ പടച്ചവന്റെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ അലി റളിയല്ലാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ അദ്ദേഹം എണ്ണിയിരിക്കുന്നത് അസ്സിഹത്തു ബിദഅത്ത്, ആരോഗ്യമാണ് വലിയ ഒരു അനുഗ്രഹത്തിന്റെ വിഭവമായി മഹാനായ അലി റളിയല്ലാഹു എന്ന് പറയും. ഒരു മനുഷ്യന്റെ ആരോഗ്യമാണ്, രോഗമില്ലാത്ത അവസ്ഥയാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ചരക്ക് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ക്ഷീണമുണ്ടാകുക എന്ന് പറയുന്നത് അത് വലിയൊരു നഷ്ടമാണ്. ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ ഒക്കെ ഉണ്ടാകുന്ന നഷ്ടം, ആ ക്ഷീണം അത് വല്ലാത്തൊരു നഷ്ടമാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അലാ ഇന്ന മിനൻ നഅമി, അറിയുക മനുഷ്യരെ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് സഅത്തുൽ മാൽ, വിശാലമായ ധനം, ധാരാളം സമ്പത്തുണ്ടാകുക എന്നുള്ളത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്ന് തന്നെയാണ്. ഇതിന് അദ്ദേഹം തുടർന്ന് പറയുന്നു, എന്നാൽ സാമ്പത്തികമായ വിശാലതയേക്കാൾ ഞാൻ അള്ളാഹുവിന്റെ അനുഗ്രഹമായി കാണുന്നത് സിഹത്തുൽ ബദനീന, ശരീരത്തിന്റെ ആരോഗ്യമാണ്. ആരോഗ്യമുള്ള ഒരു ശരീരമാണ്, ധാരാളം പണമുള്ള കോടികൾ നിക്ഷേപമുള്ള ഒരു മനുഷ്യന്റെ അവസ്ഥയേക്കാൾ നല്ലത് എന്താണ്? നല്ല ആരോഗ്യമുള്ള ഒരു ബോഡി. അദ്ദേഹം തുടർന്നു പറയുന്നു, ആരോഗ്യമുള്ള ഒരു ശരീരത്തെക്കാൾ ഉത്തമമായ തഖ്വൽ ഖൽബ്, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു ഹൃദയമുള്ളവനാണ്. ഇവിടെ നമ്മൾ ആലോചിക്കുക, മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്ന വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് അദ്ദേഹം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത്. മഹാനായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഒരു ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നിഅമതാനി മഅബൂൻ ഫീഹിമാ, രണ്ട് അനുഗ്രഹങ്ങൾ. അള്ളാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിൽ വിശദീകരിക്കുന്നത് രണ്ട് അനുഗ്രഹങ്ങളാണ്. അതെന്താണ്? അസ്സിഹത്തു വൽ ഫറഹ്. മഅബൂൻ ഫീഹിമാ, അധിക ആളുകളും അതിൽ വഞ്ചിതരായിരിക്കുന്നു. അതേതാണ്? ഒന്ന് ആരോഗ്യമാണ് എന്നുള്ളതാണ്. ഇപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായ ഒരു സംഗതിയാണ് ആരോഗ്യം. ഈ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും നമ്മൾ കാണുന്നതെല്ലാം. അള്ളാഹുവിന്റെ പ്രവാചകൻ അതുപോലെ തന്നെ അള്ളാഹുവും ചെയ്യണമെന്ന് നമ്മോട് പറഞ്ഞിരിക്കുന്ന ഏതേത് കാര്യങ്ങളുണ്ടോ അതിനൊക്കെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അത് മനുഷ്യന്റെ ആരോഗ്യ സംരക്ഷണത്തിന് ഉതകുന്നതേ വിശുദ്ധ ഖുർആനിലും ഇസ്ലാമിലും നിയമം ഉണ്ടാവുക. എന്നാൽ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന, മനുഷ്യന്റെ ആരോഗ്യ സംരക്ഷണത്തെ നശിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹുവിന്റെ പ്രവാചകനും നിരുത്സാഹപ്പെടുത്തിട്ട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം നിങ്ങൾ പരിശോധിച്ച് നോക്കി, വിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തും പരിശോധിച്ച് നോക്കുക. അതിനുള്ള ഓരോ നിർദ്ദേശങ്ങളും ഇങ്ങനെയായിരിക്കും. മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുകയാണ്, ആ മനുഷ്യന്റെ ആരോഗ്യ സംരക്ഷണത്തിലുള്ള കാര്യങ്ങളായിരിക്കും അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടാകുക. അള്ളാഹു വിരോധിച്ചിരിക്കുന്ന ഏത് കാര്യവും ഒരു മനുഷ്യന്റെ ആരോഗ്യത്തെ ഹനിക്കുന്നതായിരിക്കും. അത് വിശദീകരിക്കാൻ തന്നെ നിങ്ങൾക്കൊക്കെ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. മഹാനായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട, നമുക്കറിയാലോ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണ്? നമ്മുടെ വൃത്തിയാണ്. സാധാരണ ഇതിൽ പറയാറുണ്ടല്ലോ, അൽ വിഖായത്തു ഖൈറു മിനൽ ഇലാജ, രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് എന്താ? രോഗം വരാതെ നമ്മൾ സംരക്ഷിക്കണം. അത് പൊതുവെ ആരോഗ്യ രംഗത്തെ ഒരു മുദ്രാവാക്യം. ഇത് ഇസ്ലാം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. രോഗം വന്നിട്ട് ചികിത്സിക്കലല്ല, രോഗം വരാതെ സൂക്ഷിക്കണം. അതിന് ഏറ്റവും പ്രധാനമായി ആധുനിക കാലഘട്ടത്തിലുള്ള WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മുതൽ ഈ താഴെക്കടയിലുള്ള നമ്മുടെ ഹെൽത്ത് സെന്ററുകൾ വരെ നമ്മോട് പറയുന്നത് എന്താ? നിങ്ങൾക്ക് വൃത്തി വേണം. പല രോഗങ്ങളും നമ്മുടെ ആരോഗ്യത്തെ അടിച്ചു കളയുന്നത് പലപ്പോഴും എന്തായിരിക്കും? വൃത്തിയില്ലായ്മയായിരിക്കും.
അതുകൊണ്ടാണ് ഇപ്പൊ ഫിഖ് ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ഏത് ഫിഖ് ഗ്രന്ഥങ്ങൾ എടുത്താലും അതിൽ ഒന്നാമത്തെ ബാബു ത്വഹാറ എന്നായിരിക്കും, അല്ലെങ്കിൽ കിതാബ് ത്വഹാറ എന്നായിരിക്കും. ഏത് ഗ്രന്ഥത്തും കണ്ടു. എന്താ കാരണം? വൃത്തിക്ക് ഇസ്ലാം നൽകുന്ന പ്രാധാന്യത്തെ കുറിച്ച് സൂചിപ്പിക്കാനാണ് ഇവിടെ ഈ ഗ്രന്ഥങ്ങളൊക്കെ പരിശ്രമിച്ചിരിക്കുന്നത്. ഇതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലുത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് അത്വഹാറത്തു ശത്രുൽ ഈമാൻ. വൃത്തി എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ പകുതിയാണ്. ഇപ്പൊ വൃത്തിയില്ലാത്ത ഒരു മുസ്ലിം ഉണ്ടാകാൻ പാടില്ല. ആ വൃത്തി എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരവും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളും നമ്മുടെ വീടും പരിസരവും നമ്മൾ നടത്തുന്ന ഷോപ്പുകളാണെങ്കിലും നമ്മൾ നടത്തുന്ന എന്താണ് എങ്കിലും വീടും പരിസരവും ഒക്കെ വൃത്തിയായി കൊണ്ട് നടക്കുക എന്നുള്ളത് ഒരു ഈമാൻ ഉള്ള ആളുടെ ലക്ഷണമാണ്. അതിന് നമുക്ക് വേറെ ആൾ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. അത് നോക്കണം. നിങ്ങൾ ഇസ്ലാം ഇപ്പോഴാണ് ആധുനിക ശാസ്ത്രം സൂചിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യണം. ഒരു ദിവസം നമ്മൾ വൃത്തിക്ക് വേണ്ടി, ഒരാഴ്ച വൃത്തിക്ക് വേണ്ടിയൊക്കെ നീക്കിവെക്കുന്നുണ്ടല്ലോ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല. അവൻ എപ്പോഴും അങ്ങനെയാണ്. ഇസ്ലാമിന്റെ ഓരോ കർമ്മങ്ങളും നിങ്ങൾ നോക്കി. ഇപ്പൊ നമുക്കറിയാം, നമസ്കരിക്കുന്നതിന് മുമ്പ് നമ്മൾ വുളു എടുക്കണം. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ആരാധനാകർമ്മങ്ങളിൽ 5 സമയവും അവൻ അംഗശുദ്ധീകരണം വരുത്തിക്കൊണ്ടായിരിക്കണം അവന്റെ ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുന്നത് എന്ന് ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. ഇസ്ലാം കൽപ്പിച്ചു, ഇസ്ലാം നിഷ്കർഷിച്ച ഒരു കാര്യമാണ്, നമസ്കാരത്തിന് മുമ്പ് നിങ്ങൾ 5 പ്രാവശ്യം അംഗശുദ്ധീകരണം വരുത്തണം. എന്താണ്? വളരെ പ്രധാനമല്ലേ? അത് മാത്രമല്ല, റസൂലുള്ളാഹി പറഞ്ഞു ആ കാലഘട്ടങ്ങളിൽ വെള്ളിയാഴ്ച കുളിക്കൽ നിർബന്ധമാണ് എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്. ബലപ്പെട്ട സുന്നത്താണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. വൃത്തിയായി നടക്കണം, നല്ല വസ്ത്രം ധരിക്കണം, അതുപോലെ തന്നെ പല്ല് തേക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണുന്നത് ലൗലാ അൻ അശുക്ക അലാ ഉമ്മത്തി, എന്റെ സമൂഹത്തിന് പ്രയാസമാവും എന്ന് ഞാൻ ഭയപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ലഅമർതുഹും ബിസ്സിബാഖ് അലാ കുല്ലി വുളൂഇ, വുളു എടുക്കുന്ന ഓരോ സമയത്തും പല്ല് തേക്കാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. ദന്തശുദ്ധീകരണം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സൗന്ദര്യമാണ് പല്ല് പറയുന്നത്. ആ പല്ല് വൃത്തിയായി കൊണ്ട് നടക്കണം. ഇസ്ലാം പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയാണ് 5 പ്രാവശ്യം നിങ്ങൾ പല്ല് തേക്കണം. ഇവിടെ നോക്കി, നിങ്ങൾ രാത്രി കിടക്കുന്ന സമയത്തും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തും നിർബന്ധമായും നമ്മളൊക്കെ പല്ല് തേക്കാറുണ്ട്. ഇസ്ലാം അതിന്റെയും അപ്പുറമാണ്. ഇസ്ലാം പറയുന്നത് എന്താ? 5 പ്രാവശ്യം നിങ്ങൾ പല്ല് തേക്കണം. നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുന്നില്ല എങ്കിൽ ബലപ്പെട്ട സുന്നത്ത. അങ്ങനെ ഉണ്ടെങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദന്തക്ഷയം ഉണ്ടാവില്ല, പല്ലുകൾക്ക് കേടുണ്ടാവില്ല. ഇത് ഇസ്ലാം മനുഷ്യന്റെ ആരോഗ്യത്തെ കുറിച്ചാണ്. ഇസ്ലാം എന്ന് പറയുമ്പോൾ പലപ്പോഴും ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല. നമുക്ക് നാളെ പരലോകത്ത് സ്വർഗം കിട്ടാനുള്ള ഒരു സംഗതി മാത്രമായിട്ടാണ് പലരും മനസ്സിലാക്കിയിരിക്കുന്നത്. അതിനുവേണ്ടി മാത്രമുള്ളതല്ല ഇസ്ലാം. ഇസ്ലാമിലെ ഓരോ ആരാധനാകർമ്മങ്ങളും അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതെല്ലാം ഈ ദുനിയാവിൽ മനുഷ്യൻ ജീവിക്കുന്ന കാലത്തോളം അയാൾക്ക് ഉപകാരപ്പെടുന്നത് കൂടിയാകണം. നമ്മുടെ താടിയും മുടിയും എങ്ങനെയും വെച്ചാൽ മതിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ലഹു ശർറുൻ ഫൽയുക്രിമുഹു, ഒരാൾക്ക് താടിയും മുടിയും ഉണ്ടെങ്കിൽ അയാളുടെ ആ മുടികളെല്ലാം ഭംഗിയായി അതിനെ ആദരിച്ചുകൊണ്ടാണ് നടക്കേണ്ടത്. എണ്ണ തേക്കണം, തല ചീകണം, ഇങ്ങനെ വൃത്തിയായിക്കൊണ്ടാണ്. ഒരു ജട പിടിച്ചവനെ പോലെ സദസ്സിലേക്ക് ഒരു സഹാബി കടന്നു വന്നു, ജട പിടിച്ച തലമുടിയുമായി കൊണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, പോയി മുടി ശരിയാക്കി വാ. ഇതാണ് ഇസ്ലാം. ഇസ്ലാം വൃത്തിക്കും ശുദ്ധിക്കും വളരെ പ്രാധാന്യം നൽകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്രത്തുന്നാസ്, ജനങ്ങളുടെ പ്രകൃതിപരമായ നിയമമായി പഠിപ്പിച്ച കൂട്ടത്തിൽ പറഞ്ഞു, നഖം വെട്ടണം. അതൊരു വൃത്തിയുടെ ഭാഗം. ചില ആളുകളൊക്കെ ഉണ്ടെന്ന് സൗന്ദര്യത്തിന്റെ ഭാഗമായി ഇങ്ങനെ നഖം നീട്ടിക്കൊണ്ടുപോകുന്നു. ഇത് ഇസ്ലാം അത്ര ഒരു നല്ല കാര്യമായി പറയുന്നില്ല. കാരണം എന്താ? പല രോഗാണുക്കളും നമ്മുടെ നഖങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നഖം മുറിക്കൽ സുന്നത്തായി പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കാനുള്ള കാരണത. നഖം മുറിക്കണം. അതുപോലെ തന്നെ മീശ വെട്ടണം പുരുഷന്മാരാണെങ്കിൽ. അതുപോലെ തന്നെ സ്ത്രീയും പുരുഷനുമൊക്കെ അവരുടെ സ്വകാര്യ ഭാഗങ്ങളിലുള്ള മുടികൾ വരെ നീക്കം ചെയ്യണമെന്ന് ഇസ്ലാം പറയാനുള്ള കാരണം എന്താ? വൃത്തിക്കുള്ള പ്രാധാന്യം കൊണ്ടാണ്. അസുഖങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അസുഖങ്ങൾ ഉണ്ടാകാതെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ, ആരോഗ്യമില്ലാത്തൊരു മനുഷ്യൻ, ആരോഗ്യമുള്ള ഒരു മുഅ്മിൻ, ആരോഗ്യമില്ലാത്തൊരു മുഅ്മിൻ. റസൂലുള്ളാഹി പറഞ്ഞത് എങ്ങനെ? അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ,
ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണ് ഉത്തമൻ. ദുർബലനായ, ബലഹീനനായ, ആരോഗ്യവാനല്ലാത്ത ഒരു വിശ്വാസിയേക്കാൾ എപ്പോഴും നല്ലവനാരാ? ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണ്. അവനെ ആരാധനകൾ ചെയ്യാൻ പറ്റുള്ളൂ, അവനെ പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ, അവനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങാൻ പറ്റുള്ളൂ, അവനെ മറ്റൊരു മനുഷ്യനെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ ആരോഗ്യം നിലനിർത്താൻ. ഈ ആരോഗ്യം നിലനിർത്താൻ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനുവേണ്ടിയുള്ള കായികക്ഷമതാ പ്രവർത്തനങ്ങളും ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ഉതകുന്ന വ്യായാമങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്, ചെയ്യേണ്ടതാണ്. നമ്മുടെ ശരീരത്തെ, പ്രത്യേകിച്ച് നമുക്കറിയുമല്ലോ, ഈ കാലഘട്ടങ്ങളിൽ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്താണ്. ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പുകളും മറ്റ് ശരീരത്തിന് ആവശ്യമില്ലാത്ത വസ്തുക്കളും പുറത്തു പോകണമെങ്കിൽ വ്യായാമങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ജിമ്മിൽ പോകേണ്ടതുണ്ട്. ഇതൊന്നും ഇസ്ലാമിന് അന്യമായ ഒരു കാര്യമല്ല. അത് ഒറ്റക്കും ചെയ്യാം, കൂട്ടമായും ചെയ്യാം. അതിനെയൊന്നും മറ്റു രൂപങ്ങളിൽ നമ്മൾ കാണേണ്ടതില്ല. ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിരിക്കുന്ന സംഗതിയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കണം നിങ്ങൾ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ പഠിപ്പിക്കുകയാണ്. അല്ലിമു ഔലാദകും അസ്സിബാഹ വൽറിമായ വറുകൂബൽ ഖൈൽ. എന്താ പ്രവാചകൻ പറഞ്ഞത്? നിങ്ങൾ നിങ്ങളുടെ സന്താനങ്ങളെ നീന്തൽ പഠിപ്പിക്കണം. നല്ലൊരു എക്സസൈസ് ആണ് നീന്തൽ. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും സ്പർശിക്കുന്ന നല്ല ഒരു വ്യായാമമാണ്, എക്സസൈസ് ആണ് നീന്തൽ എന്ന് പറയുന്നത്. അത് മുങ്ങിത്താവുന്ന മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ല, നമുക്ക് സ്വയം രക്ഷപ്പെടാൻ വേണ്ടി മാത്രമല്ല. നീന്തൽ എന്ന് പറയുന്ന കല പഠിപ്പിക്കണമെന്ന് റസൂലുള്ള ആ കാലഘട്ടത്തിൽ പഠിപ്പിക്കാൻ. നമ്മുടെ ശരീരത്തിന് വ്യായാമം കിട്ടാവുന്ന പണികൾ. രണ്ടാമത് റസൂലുള്ള പറഞ്ഞു, ഒരു റിമായ, നിങ്ങൾ അമ്പെയ്ത്ത് പഠിക്കണം. അമ്പെയ്ത്ത് നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കണം. അതുപോലെ തന്നെ ഓട്ട മത്സരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിരുന്നു. നമുക്കൊക്കെ കേട്ട ചരിത്രമുണ്ടല്ലോ, ആയിഷയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഓടിയത്. സ്ത്രീകൾക്കും ഇത്തരം കാര്യങ്ങളിൽ പങ്കെടുക്കാവുന്നതാണ്. പലപ്പോഴും ഇന്ന് നമ്മുടെ സഹോദരിമാരിൽ പോലും ശരീരത്തിന്റെ ഒരുപാട് പ്രായമാകുന്നതിന് മുമ്പ് തന്നെ പല അസ്വസ്ഥതകൾ വരികയാണ്. മുട്ടുവേദന വരികയാണ്, ഊരവേദന വരികയാണ്. ശരീരത്തിന്റെ പല അവയവങ്ങളിലും പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മുടെ ഉമ്മമാർ ചെയ്തിരുന്ന ആ പണികൾ ഇന്ന് യന്ത്രങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മളുടെ യുവതികളായ ഭാര്യമാർക്ക് പോലും ശരീരത്തിന്റെ ശരിയായ ആരോഗ്യ സംരക്ഷണത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത് ഈ കാലഘട്ടങ്ങളിൽ നടന്നിരിക്കുന്ന പഠനം നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതിന് ഇസ്ലാം പറഞ്ഞു തന്നിരിക്കുന്ന ആയത്ത് ഞാൻ സൂചിപ്പിച്ചിരിക്കുന്ന സൂറത്ത് ആറാഫിലെ 31-ാമത്തെ വചനം. വെറും വ്യായാമം മാത്രം പോരട്ടോ. നമ്മുടെ ആളുകൾ അങ്ങനെയും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ശരീരത്തിലെ വ്യായാമം മാത്രം നോക്കിയാൽ നമ്മൾ ആരോഗ്യ സംരക്ഷണം ഉണ്ടാവുമെന്ന്. വിശുദ്ധ ഖുർആൻ ഞാൻ ഓതിയ സൂറത്ത് ആറാഫിലെ 31-ാമത്തെ വചനത്തിൽ പറയാണ്. എന്താ പറയുന്നത്? യാ ബനി ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. രണ്ട് കാര്യമാണ് ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആയത്തിൽ അല്ലാഹു സൂചിപ്പിക്കുന്നത്. ആദമിന്റെ സന്താനങ്ങളെ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, പള്ളിയിൽ വരുമ്പോൾ നിങ്ങൾ ഭംഗിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടേ വരാൻ പാടുള്ളൂ. നോക്കൂ, നിങ്ങൾ എന്താ ഭംഗിയുള്ള വസ്ത്രം പറഞ്ഞാൽ വൃത്തിയുള്ള വസ്ത്രം പള്ളിയിൽ വരാൻ പാടുള്ളൂ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാ. പള്ളിയിൽ നമ്മൾ രാത്രി കിടന്നിറങ്ങുന്ന വസ്ത്രങ്ങളുമായി കൊണ്ട് നമ്മൾ പള്ളിയിൽ വരാൻ പാടില്ല. വൃത്തിയുള്ള വസ്ത്രവുമായിട്ടാണ്. അത് അയാളുടെ മാന്യതയുടെ ലക്ഷണമാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നവനാണ് അവൻ. ആ ബോധം അവനിൽ ഉണ്ടാകണം. അത് പണ്ഡിതന്മാർ കൃത്യമായി വിശദീകരിച്ചു. നിങ്ങൾ നോക്കൂ, ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി അള്ളാഹ് പറഞ്ഞത് എന്താ? നിങ്ങൾ തിന്നണം, നിങ്ങൾ കുടിക്കണം. വലാ തുസ്രിഫു. കേട്ടാ, വ്യായാമം മാത്രം പോരാ. വലാ തുസ്രിഫു. നിങ്ങൾ ഭക്ഷണപാനീയങ്ങൾ കുടിക്കുന്നതും കഴിക്കുന്നതും നിങ്ങൾ അമിതമാകാൻ പാടില്ല. നമുക്കറിയാം, പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഭക്ഷണങ്ങളല്ല ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ധാരാളം ഇലക്കറികളും കിഴങ്ങ് വർഗ്ഗങ്ങളും ഒക്കെ കഴിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തെ കുറിച്ച് ഇന്ന് നമ്മൾ വേണ്ടത്ര പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് നമുക്ക് കിട്ടുന്നത് ഫാസ്റ്റ് ഫുഡുകളും ഹെവി ഫുഡുകളുമാണ്. ഈ ശരീരത്തിന് താങ്ങാൻ പറ്റാത്ത ഹെവി ഫുഡുകളും ഫാസ്റ്റ് ഫുഡുകളും കഴിച്ചാൽ നമുക്കുണ്ടാകുന്ന വ്യായാമം കൊണ്ട് നമ്മൾ നേടുന്ന ആ മെച്ചമുണ്ടല്ലോ, അത് ഈ ഹെവി ഫുഡുകൾ കഴിച്ച് ഫാസ്റ്റ് ഫുഡുകൾ കഴിച്ചാൽ നമുക്ക് നഷ്ടപ്പെടും. അല്ലാഹ് കൃത്യമായി പറയാണ്. ഇതൊക്കെ എന്തിനാണല്ലോ പറയുന്നത്? നിങ്ങൾക്ക് ദോഷം ഉണ്ടാവും, നമുക്ക് ദോഷം ഉണ്ടാവും. അതുകൊണ്ട് കഴിക്കുകയാണെങ്കിൽ പോലും വലാ തുസ്രിഫു. ഇത് പലപ്പോഴും നമ്മളെ ആളുകൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഈ ആയത്ത് തീരെ പരിഗണിക്കാറില്ല.
ഇപ്പൊ പറഞ്ഞതിനിപ്പോ നമ്മൾ പേടിക്കേണ്ട ആവശ്യം, നമ്മൾ അത്ര ശ്രദ്ധിക്കേണ്ട. അള്ളാന്റെ ഒരു വചനം അള്ള ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ ഇനി അരി ഫുഡുകളാണ് നമുക്ക് ഒരു പാർട്ടിക്ക് ലഭിച്ചതെങ്കിൽ അവിടെ നമ്മൾ എന്തെല്ലാം കിട്ടിയാലും ഭാര്യ വലിച്ചു തിന്നണ്ട, അത് നമുക്ക് തന്നെ കേടാ. ഇത് അള്ള നമുക്ക് പറഞ്ഞു തരാം. അള്ള മാത്രല്ല, ഇന്നത്തെ ആധുനിക ഡോക്ടർമാർ മുഴുവനും പറഞ്ഞു തരുന്ന സംഗതി എന്താണ് ഇല്ലേ? നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ? നമ്മുടെ ഹെവി ഫുഡുകളാണ്. ഇതിന് കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് അള്ള പറഞ്ഞ ഈ രൂപത്തിൽ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങൾ നോക്കി, നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ എത്ര പറഞ്ഞു നിങ്ങൾ അറിയോ? നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് നമ്മുടെ ആരാധന പോലും തടസ്സാകാൻ പാടില്ല. ആ ഒരു മതത്തിന്റെ ആളുകളാണ് നമ്മുടെ ശരീരത്തിന് പ്രയാസമുണ്ടാക്കുമെങ്കിൽ, നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഇതാണ് എങ്കിൽ അങ്ങനെ നിങ്ങൾ ആരാധന പോലും എടുക്കാൻ പാടില്ല. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു സൽമാൻ റളിയല്ലാഹു അൻഹു ഒരു രണ്ടാളും സഹോദരി ബന്ധം സ്ഥാപിച്ച രണ്ട് സഹാബികളായിരുന്നു. അങ്ങനെ ഒരിക്കൽ സൽമാൻ റളിയല്ലാഹു അൻഹു അബൂ ദർദാവിന്റെ വീട്ടിലേക്ക് വന്നു, വിരുന്നിന് വന്നു. അങ്ങനെ അബൂ ദർദാ എന്ത് ചെയ്തു? അബൂ ദർദാ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വിരുന്ന് വന്ന തന്റെ സഹോദരൻ സൽമാൻ റളിയല്ലാഹു അൻഹു കൊടുത്തു. അപ്പൊ ഇദ്ദേഹം ഭക്ഷണം കഴിക്കാൻ തയ്യാറായില്ല. സൽമാൻ റളിയല്ലാഹു അൻഹു അല്ല, അബൂ ദർദാ റളിയല്ലാഹു അൻഹു. അപ്പൊ ചോദിച്ചു, എന്താ നീ എന്റെ കൂടെ ഇരിക്കാത്തത്? ഞാൻ കണ്ട് വിരുന്ന് വന്നല്ലേ? അദ്ദേഹം പറഞ്ഞു, ഞാൻ നോമ്പുകാരനാണ്, സുന്നത്ത് നോമ്പ് വെച്ചിട്ടുണ്ട്. അപ്പൊ അബൂ ദർദാവിനോട് പറഞ്ഞു, സൽമാൻ റളിയല്ലാഹു പറഞ്ഞു, അത് പറ്റൂല, നീ എന്റെ കൂടെ ഭക്ഷണം കഴിക്കണം, സുന്നത്ത് നോമ്പ് മുറിക്കാൻ വേണ്ടി പറഞ്ഞു, മുറിപ്പിച്ചു. പിന്നെ രാത്രി ഇദ്ദേഹം എന്ത് ചെയ്യാണ്? ഇദ്ദേഹത്തിന് കിടക്കാൻ സൗകര്യം ചെയ്തിട്ട് ഇദ്ദേഹം രാത്രി നിന്ന് നിസ്കരിച്ചുകൊണ്ടേ നിൽക്കണം അബൂ ദർദാ റളിയല്ലാഹു അൻഹു. ഈ വിവരം പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് എന്താറിയോ? നിന്റെ ശരീരത്തോട് ചില ബാധ്യതകൾ നിനക്കുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, നീ നിസ്കരിക്കണം, പക്ഷെ നിസ്കരിക്കാനായിട്ട് നീ എണീറ്റിരിക്കാൻ പാടില്ല. നീ ഉറങ്ങണം, ഉറങ്ങേണ്ട സമയത്ത് നീ ഉറങ്ങണം. നിന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കും. അങ്ങനത്തെ ഒരു ആരാധന ഇസ്ലാമിലില്ല. നമ്മൾ ആരോഗ്യത്തിനാണ് പ്രാധാന്യം ഇസ്ലാം കൽപ്പിക്കുന്നത്. രാത്രി കിടന്നുറങ്ങാതെ അങ്ങനെ ഒരു ആരാധന ഉണ്ടല്ലോ, ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അബൂ ദർദാ എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു, നിന്റെ കണ്ണിനോട് ചില ബാധ്യതകളുണ്ട്. ഈ കാലഘട്ടത്തിൽ ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം. പാതിരാവോളം മൊബൈലുകൾ തോണ്ടിക്കളിക്കുന്ന ആളുകളുണ്ടല്ലോ, ശ്രദ്ധിക്കണം നിങ്ങൾ. റസൂൽ അന്ന കാലത്ത് മൊബൈൽ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. റസൂൽ പറഞ്ഞു, നിന്റെ കണ്ണിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കണ്ണിനോട് ചില ബാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. നീ അതിന് റെസ്റ്റ് കൊടുക്കണം. റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നിന്റെ വീട്ടിലേക്ക് വരുന്ന അതിഥികളോട് ചില കടമകൾ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കിങ്ങള്, ഇന്ന് നമുക്ക് നമ്മുടെ മൊബൈലും കൂടി വന്നപ്പോൾ എന്തായി? നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും കടന്നു വന്നാല്, നമ്മുടെ വിരുന്നുകാർ വന്നിട്ടുണ്ടെങ്കിൽ, സ്നേഹിതന്മാർ വന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ മൊബൈലിൽ കളിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ സലാം പറഞ്ഞാൽ ആ സലാം പോലും പാർക്കാൻ നമുക്ക് സമയമല്ല. നമ്മുടെ കുട്ടികളൊക്കെ എന്തോ ഒരു ദേഷ്യമാണെന്ന് അറിയോ? വേറെ ആരും കയറി വന്ന ഒരേ കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, ഓരോട് മിണ്ടുന്നത് പോലും ഒരു ദേഷ്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? നിന്റെ വീട്ടിലേക്ക് കടന്നു വന്ന ഒരു അതിഥിയോട്, വിരുന്നുകാരനോട് നിനക്ക് ചില ബാധ്യത. ആ മൊബൈൽ അടവെച്ച് കുറച്ചു നേരം സംസാരിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. നമ്മുടെ ഭാര്യമാരോട്, നമ്മുടെ വീട്ടിലെ മക്കളോട് സംസാരിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. നിന്റെ ഭാര്യയോടും ചില ബാധ്യതകൾ നിനക്കുണ്ട്. എന്താ? നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന, നമ്മുടെ കുടുംബ ജീവിതത്തെ ബാധിക്കുന്ന, നമ്മുടെ അയൽപക്ക ബന്ധത്തെ ബാധിക്കുന്ന, സുഹൃബന്ധത്തെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യ സംരക്ഷണത്തിന് നിങ്ങൾ നോക്കി, ആരോഗ്യ സംരക്ഷണത്തിന് ഇസ്ലാം പറഞ്ഞിരിക്കുന്ന ആരാധനാ കർമ്മങ്ങൾ നിങ്ങൾ വെച്ച് നോക്കിയിട്ടുണ്ടോ? ഇസ്ലാം പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ ആരാധനാ കർമ്മമാണ് 5 വക്ത് നമസ്കാരം. എന്തിനാ ഈ നമസ്കാരം? നമസ്കാരത്തിന് വേണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകനും എന്ത് പറഞ്ഞാൽ മതിയായിരുന്നു? 5 വക്ത് പള്ളിയിൽ വരിക, അവിടെ നിന്നിട്ട് 2 മിനിറ്റോ 3 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ 10 മിനിറ്റോ നിന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങനെ ജമാഅത്തായി പങ്കെടുത്ത് പോയാൽ മതി എന്ന് അള്ളാഹു റസൂലിന് പറയാൻ പോയി, അള്ളാഹ്ക്ക് പറയാൻ പോയി. അല്ല, അള്ളാഹു അവന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചിരുന്ന നമസ്കാരം ഉണ്ടല്ലോ, ആ നമസ്കാരത്തിന്റെ രൂപം നിങ്ങൾ ശരിക്കൊന്ന് പരിശോധിച്ച് നോക്കിയാണ്. അത് എന്തിനാണ്? നിസ്കാരത്തിന്റെ ലക്ഷ്യം അല്ല പറഞ്ഞിട്ടുണ്ട്,
അതിന്റെ ആത്മീയമായ വശം ഒന്നാണ്. ആത്മീയമായ വശം എന്താണ്? എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നമസ്കരിക്കുക. നമ്മുടെ പരലോക മോക്ഷത്തിന് വേണ്ടിയാണ് നമസ്കാരം. ആ പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യുന്ന ആരാധനാ കർമ്മവുമാണ് നമസ്കാരം. ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രവർത്തനമാണ് നമസ്കാരം. അതൊക്കെ നമുക്കറിയാം. അതതിന്റെ ആത്മീയ വശമാണ്. എന്നാൽ അതിന്റെ ഭൗതികമായ ഒരു വശം കൂടി പരിശോധിച്ച് നോക്കി. ഏതൊരു മതവിഭാഗത്തിലാണ് ഇങ്ങനെ ഒരു ആരാധനയുള്ളത്? വീട്ടിൽ നിന്നും നിങ്ങൾ അംഗശുദ്ധീകരണം വരുത്തുക, നല്ല വസ്ത്രം ധരിക്കുക, നിങ്ങൾ പള്ളിയിലേക്ക് നടന്നു പോകുക. അവിടെ റസൂലുള്ളാഹി പറഞ്ഞു, പള്ളിയുടെ അടുത്ത് വീട് വെക്കലല്ല നല്ലത്. ഒരു സാഹിബ് ഒന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാ, പള്ളിയുടെ ദൂരത്ത് ഉണ്ടെങ്കിൽ അത് തന്നെയാണ് നല്ലത്. അതെന്താ? കൂടുതൽ കാലടികൾ വെക്കാൻ പറ്റും. ഇന്ന് നോക്കൂ നിങ്ങൾ, ആളുകൾക്ക് നടത്തം ഇന്ന് നല്ലൊരു എക്സസൈസ് ആണ്. ഡോക്ടർമാർ നിർദ്ദേശിക്കുകയാണ് നടക്കണം, ഇത്ര കിലോമീറ്ററുകൾ നടക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾ 5 വക്ത് നമസ്കാരത്തിന് വേണ്ടി നിങ്ങൾ പള്ളിയിലേക്ക് നടന്നു വരണം. 1400 വർഷങ്ങൾക്ക് മുമ്പാണ് റസൂലുള്ളാഹി പറയുന്നത്. നമ്മൾക്ക് കൊളസ്ട്രോളുകളും അതുപോലെ തന്നെ പ്രഷറും ഷുഗറുമെല്ലാം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി പറയാണ്, നിങ്ങൾ 5 വക്ത് പള്ളിയിലേക്ക് നടന്നു വരണം പുരുഷന്മാരോട് പ്രത്യേകിച്ച്. പിന്നെ വൃത്തിയായ വസ്ത്രം ധരിക്കണം. ഇന്നലെ നിങ്ങൾ നമസ്കരിക്കുന്ന രൂപങ്ങൾ നോക്കി, വല്ലാത്തൊരു നമസ്കാരമാണല്ലോ. ഒരു യോഗയേക്കാൾ ഗുണകരമായ ഒരു നോക്കൂ നിങ്ങൾ, അവന്റെ ഒരു മനുഷ്യന്റെ കൈകാലുകളുടെ വിരലുകളടക്കം നിർബന്ധമായും നിർവഹിക്കുന്ന 17 റക്അത്ത് നമസ്കാരത്തിൽ 34 പ്രാവശ്യമാണ് അവന്റെ നെറ്റിത്തടം മണ്ണിൽ വെക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു പ്രത്യേക റുകൂഉം സുജൂദും ഉണ്ടല്ലോ. ഈ രൂപം നിർബന്ധമായി 34 പ്രാവശ്യം. റവാത്തിബ് സുന്നത്തുകൾ 10 ഏറ്റവും പ്രബലമായതുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിൽ വെക്കുന്നത് മറ്റത്. പിന്നെ തഹജ്ജുദ് നമസ്കാരങ്ങൾ, അതുപോലെ തന്നെ മറ്റു തഹിയ്യത്ത് നമസ്കാരങ്ങൾ വേറെ. ഇങ്ങനെ നിരന്തരമായി ചെയ്യുന്ന ഒരു വിശ്വാസിക്ക് ഈ നമസ്കാരം എത്രമാത്രം ഭൗതികമായും ഗുണം ചെയ്യും. നിങ്ങൾ അതിന്റെ പിന്നാലെ തന്നെ കൂടരുത് കേട്ടോ. ഞാൻ അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നത് പരലോകമാണ്. പക്ഷെ ആ പരലോകത്തേക്കുള്ള ആരാധനാ കർമ്മത്തിൽ വേറെ രൂപത്തിൽ അള്ളാഹുവിനെ നമ്മോട് ഇത് ചെയ്യിപ്പിക്കാമായിരുന്നു. പക്ഷെ അതിന്റെ പകരമായി എന്റെ അടിമകൾക്ക് ദുന്യാവിൽ നിന്ന് കൂടി അതിന്റെ ഉപകാരം ലഭിക്കട്ടെ എന്ന രൂപത്തിൽ അള്ളാഹു അവന്റെ പ്രവാചകനും നമുക്ക് പഠിപ്പിച്ചു. ഇതിനെക്കുറിച്ച് ഇസ്ലാമിലെ മുസ്ലിങ്ങളുടെ നമസ്കാരത്തെ കുറിച്ച് പഠനം നടത്തിയ വിദഗ്ധന്മാരായ ആളുകൾ പറയുന്നത് എന്താ? മനുഷ്യന് ഹൃദ്രോഗം, അതുപോലെ തന്നെ രക്തസമ്മർദ്ദം, ആസ്തമ പോലുള്ള രോഗങ്ങൾ നിയന്ത്രിക്കുവാനും ശരീരത്തിന്റെ പേശിനാടികളിൽ ഓരോ മുട്ടുകളും നിങ്ങൾ നോക്കണം, അതിന്റെ ഓരോ കണിപ്പുകളിലും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും സ്പർശിച്ചുകൊണ്ടാണ് നമസ്കാരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും. പേശി, നാടികൾ, അതിന്റെ വ്യവസ്ഥകൾ പ്രവർത്തന ശബ്ദമാകുന്നു. സൂക്ഷ്മമായ ഇന്ദ്രിയങ്ങൾ, മനുഷ്യന്റെ സംവേദനത്വം ഉണ്ടാകുന്നു, ബുദ്ധിശക്തി വർദ്ധിക്കുന്നു, ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു. ഇങ്ങനെ നിരന്തരമായ ഒരുപാട് പ്രവർത്തനങ്ങളുടെയാണ് സത്യത്തിൽ ഒരു വിശ്വാസിയുടെ നമസ്കാരം കടന്നു പോകുന്നത്. ഇത് അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്നതല്ല. ഇങ്ങനെ തന്നെയാണ് മറ്റൊന്ന്. ഈ നോമ്പ് നോക്കിങ്ങൾ മുമ്പ് വരാൻ പോകുന്നതല്ല. ഈ നോമ്പ് മനുഷ്യന്റെ പരലോകത്തിന് നമുക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി മാത്രമല്ല, അതതിന്റെ പ്രഥമമായ ലക്ഷ്യം ഇതൊക്കെ തന്നെയാണ്. പക്ഷെ അതിനപ്പുറമായി ഒരു നോമ്പുകാരൻ ഉണ്ടാകുന്ന ശാരീരികമായ ഗുണങ്ങൾ ഇന്ന് അതിൽ തർക്കമില്ല. ആളുകൾക്ക് ശാരീരികമായി അവന്റെ ആരോഗ്യത്തിന് ഗുണകരമാണ് ഇന്ന് വ്രതം എന്നുള്ള കാര്യത്തിൽ ഭൗതിക ലോകത്ത് രണ്ടഭിപ്രായം പോലും ഇല്ല. ഞാൻ സൂചിപ്പിക്കുന്നത് ഇസ്ലാം പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യവും. ഇനി സക്കാത്ത് നോക്കിങ്ങൾ, ഇസ്ലാം ഒന്നുകൂടി മനുഷ്യനെ ഒന്നുകൂടി പരിവർത്തിപ്പിച്ചു. അവന്റെ ശാരീരികമായി മാത്രമല്ല, മാനസികമായിട്ട് പോലും. മാനസികമായിട്ടുള്ള പരിവർത്തനം ഉണ്ടാകാൻ സക്കാത്തിൽ എന്താ? നമ്മളിൽ ഉണ്ടാകുന്ന പിശുക്ക് എന്ന് പറയുന്ന ദുസ്വഭാവം ഉണ്ടല്ലോ, അത് നമ്മുടെ മനസ്സിൽ നിന്നില്ലാതെ പോകും. ഒരു മനുഷ്യനോടുള്ള സഹാനുഭൂതി നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു. പറഞ്ഞാൽ തീരാത്ത അത്രയും ഗുണങ്ങളാണ് ഇസ്ലാം പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും. എന്റെ പ്രിയമുള്ളവരെ, ഇസ്ലാമിക നിയമങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നല്ല വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കുക. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഇസ്ലാം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.